കഴിഞ്ഞ ദിവസം എൻ്റെ ഒ പി ഡിയിലുണ്ടല്ലോ 20 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും വന്നു. അപ്പോൾ ഇവര് കുഞ്ഞിനെ കൊണ്ടുവന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിന് 2 ദിവസമായിട്ട് കുഞ്ഞ് ഭയങ്കര കരച്ചില്, കുഞ്ഞ് ഒട്ടും പാല് കുടിക്കുന്നില്ല, ഭയങ്കരമായിട്ട് ഇറിറ്റബിൾ ആവുന്നു. അപ്പോൾ ഇന്നലെ തൊട്ട് അമ്മ നോക്കുമ്പോൾ ഉണ്ട് കുഞ്ഞിൻ്റെ 2 ചെവിയിന്നും നല്ല മഞ്ഞ കളറിൽ നന്നായിട്ട് സ്മെല്ലായിട്ട് പഴുപ്പ് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്കും അച്ഛനും അമ്മയും പാനിക്കായി അവര് പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ കൊണ്ട് വന്നതാണ് ഒ പി ഡിയിൽ. അപ്പോൾ കുഞ്ഞിന് അമ്മ എൻ്റെ അടുത്ത് കുഞ്ഞുമായിട്ട് എൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ പോലും എനിക്ക് ആ ഒരു ചെവിയിൽ നിന്ന് വരുന്ന ആ ഒരു പഴുപ്പിന്റെ സ്മെല്ല് കിട്ടുന്നുണ്ട്. അത്രയും പഞ്ചന്റ് ആയിട്ടുള്ള നല്ല ബാഡ് ആയിട്ടുള്ള സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ അറിയാലോ, 6 മാസത്തിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ചെവി പഴുക്കുവാണെങ്കിൽ അത് നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. അപ്പൊ ഞാൻ കുഞ്ഞിന്റെ ചെവി നോക്കിയപ്പോഴത്തേക്കും കുഞ്ഞിന്റെ കർണസ്തരം ടിംപാനിക് മെമ്പറൈനൊക്കെ നല്ല ബൾജ്ഡ് ആണ്, നല്ല ഇൻഫ്ലെയിംഡ് ആണ്, ഉള്ളിലൊക്കെ പഴുപ്പുണ്ട്, ഇഫ്യൂഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇവരോട് പറഞ്ഞു, ഓക്കെ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നോക്കാം, കുഞ്ഞിന് നമുക്ക് ആന്റിബയോട്ടിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ കുഞ്ഞിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ എന്നാലും എന്തുകൊണ്ടാണ് ഈ കുഞ്ഞിന് ഇങ്ങനെ വന്നതെന്നുള്ളത് അറിയണമല്ലോ. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, കുഞ്ഞിന് എന്തെങ്കിലും കോൾഡോ കഫോ അങ്ങനെ എന്തെങ്കിലും റീസെന്റ് ആയിട്ട് എന്തെങ്കിലും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വന്നിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവരെന്നോട് പറഞ്ഞു, ഇല്ല ഡോക്ടറെ, കുഞ്ഞിന് അങ്ങനെ ജലദോഷമോ പനിയോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഈ അടുത്തിടെയൊന്നും. അപ്പൊ സാധാരണയായിട്ട് കുഞ്ഞുങ്ങൾക്കുണ്ടല്ലോ ഇങ്ങനെ ജലദോഷമൊക്കെ വന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും മൂക്കിലൊക്കെ വെള്ളവും കഫവും ഒക്കെ നിന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും കോംപ്ലിക്കേഷൻ ആയിട്ട് ചില കുഞ്ഞുങ്ങളിൽ ഇങ്ങനെ ചെവി പഴുത്ത് വരാറുണ്ട്. അപ്പൊ കുഞ്ഞിന് അങ്ങനെ ഒന്നുമില്ല. ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുഞ്ഞിന് സ്ട്രക്ചറൽ ആയിട്ടുള്ള കുറുനാക്ക്, ക്ലെഫ്റ്റ് പാലറ്റ്, ക്ലെഫ്റ്റ് ലിപ്പ് പോലെയുള്ള അത്തരം ഡീഫോമിറ്റീസ് ഒന്നും ഇല്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിലാണ് സാധാരണയായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇൻഫെക്ഷൻസ്, ചെവിയിലോട്ട് പാല് പോയിട്ട് ഇൻഫെക്ഷൻസ് വരുന്നത്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ഞാൻ ഇവരോട് ചോദിച്ചു, ഇനി എങ്ങാനും നിങ്ങൾ ഈ നമ്മുടെ നോർത്ത് കേരളയില് അല്ലെങ്കിൽ കർണാടക ചില ഏരിയാസിൽ, തമിഴ്നാടുവിലൊക്കെ ഒരു പ്രാക്ടീസ് ഉണ്ട്. ഈ 1 മാസത്തിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോഴുണ്ടല്ലോ, ഈ പ്രായമായ ആളുകൾക്കൊക്കെ ഒരു കഷ്ടമുണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ കുഞ്ഞിന്റെ മൂക്കിലും ചെവിയിലും ഒക്കെ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ഒഴിക്കും. അപ്പൊ ചില ആളുകൾ കുഞ്ഞുങ്ങളുടെ പൊക്കിൾ കൊടിയിലും ഒക്കെ ഒഴിക്കാറുണ്ട്. പെട്ടെന്ന് പൊക്കിൾ കൊടി പെട്ടെന്ന് ഹീലാവും എന്നൊക്കെ, അങ്ങനെയാണ് അവരുടെ കൺസെപ്റ്റ്. പക്ഷെ അത് റോങ് ആണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കുഞ്ഞുങ്ങളിലും ഇതുപോലെ കുഞ്ഞുങ്ങൾ റീകറന്റ് ആയിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണ കുഞ്ഞിന്റെ ചെവിയിൽ ചെന്നിട്ട് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെ ഇതുപോലെ ഇൻഫെക്ഷൻ ആയിട്ട് വരാറുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അവർക്ക് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചേ അറിയില്ല, അവരങ്ങനെ ഒരു കാര്യമേ ചെയ്തിട്ടില്ല. ഇൻഫാക്ട് ഞാനത് പറയുമ്പോഴാണ് അങ്ങനെ ഒരു കഷ്ടം ഉണ്ടെന്ന് പോലും അവർ അറിയുന്നത്. അപ്പൊ പാരന്റ്സ് ഒക്കെ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അമ്മ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, അമ്മ വർക്കിംഗ് ആണ്, കുഞ്ഞിന്റെ ഫാദറും വർക്കിംഗ് ആണ്. അവർക്ക് വീട്ടിൽ തന്നെ അവർക്ക് ഒരു ഹെൽപ്പർ ഉണ്ട് കുഞ്ഞിനെ സെപ്പറേറ്റ് ആയിട്ട് നോക്കാനായിട്ട്, ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കുഞ്ഞിനെ വളരെ വെല്ലായിട്ടാണ് അവർ എല്ലാ കാര്യങ്ങളും, ഫസ്റ്റ് ബേബിയാണ്, എല്ലാ കാര്യങ്ങളും അവർ വളരെ ശ്രദ്ധിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ പക്ഷെ എന്തുകൊണ്ടാണ് കുഞ്ഞിന് ഇത് ഇങ്ങനെ വന്നത്, ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ അമ്മയോട് ചോദിച്ചു, കുഞ്ഞിനെ എങ്ങനെയാണ് നിങ്ങൾ ഫീഡ് ചെയ്യുന്നത്, കുഞ്ഞിന് പാല് കൊടുക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു. അപ്പൊ അത് ചോദിച്ചപ്പോഴാണ് അമ്മ പറയുന്നത്, കുഞ്ഞിന് അമ്മ എപ്പോഴും പാല് കൊടുക്കുന്നത് കിടത്തിക്കൊണ്ടിട്ടാ. അപ്പൊ രാത്രി സമയമാണെങ്കിലും പകല് സമയമാണെങ്കിലും ഒക്കെ അമ്മ ഇങ്ങനെ കിടത്തിക്കൊണ്ടിട്ടായിരിക്കും പാല് കൊടുക്കുന്നത്. ഫ്ലാറ്റ് സർഫസിൽ കുഞ്ഞും അമ്മയായിട്ട് കിടന്നിട്ട് പാല് കൊടുക്കും. അപ്പൊ രാത്രി സമയമൊക്കെ ആണെങ്കിൽ കുഞ്ഞ് ഇടയ്ക്ക് എണീറ്റ് കരയുമ്പോഴത്തേക്കും അമ്മ അടുപ്പിച്ച് വെച്ചിട്ട് അമ്മ പാല് കൊടുക്കും. എന്നിട്ട് കുഞ്ഞും എപ്പോഴും ഉറങ്ങിപ്പോകും, അമ്മയും എപ്പോഴും ഉറങ്ങിപ്പോകും. കുഞ്ഞിന് തട്ടിക്കളയലോ അല്ലെങ്കിൽ ഗ്യാസ് തട്ടി ബർപ്പിങ് ചെയ്തിട്ട് ഗ്യാസ് കളയലോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അപ്പോഴാണ് ശരിക്കും എനിക്ക് മനസ്സിലായത്, ഇവർ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും കുഞ്ഞിനെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഫീഡിങ് ടെക്നിക്ക് കംപ്ലീറ്റ്ലി റോങ് ആയിരുന്നു. അപ്പൊ ഞാനിതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അല്ല ഡോക്ടറെ, നമ്മളും ഒക്കെ കുഞ്ഞുങ്ങളെ കിടത്തിക്കൊണ്ടിട്ടല്ലേ പാല് കൊടുത്തത്, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ അങ്ങനെ പാല് കുടിച്ച് തന്നെയല്ലേ വളർന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. ശരിക്കും ഉണ്ടല്ലോ, ഒരു 4 മാസം വരെ, അറ്റ്ലീസ്റ്റ് ഒരു 4 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒരിക്കലും കിടത്തിക്കൊണ്ട് പാല് കൊടുക്കരുത് കേട്ടോ. കിടത്തിക്കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോഴേ പ്രധാനമായിട്ടും 2 പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒന്ന്, അമ്മയും കിടന്നുകൊണ്ടാണ് കൊടുക്കുന്നത്, കുഞ്ഞും കിടന്നുകൊണ്ടായിരിക്കും പാലെടുക്കുന്നത്. അപ്പൊ അമ്മയും കുഞ്ഞും ഫ്ലാറ്റ് സർഫസിൽ കിടന്നുകൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ ഈ പാല് കുടിക്കുമ്പോഴുണ്ടല്ലോ, ചില സമയത്ത് കുഞ്ഞുങ്ങളുടെ യൂസ്റ്റേഷ്യൻ ട്യൂബ്, അതായത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ നേസോഫാരിങ്സിനെയും ഇയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന
ഒരു ചെറിയൊരു കുഴലുണ്ട്, യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയും. ഈ യൂസ്റ്റേഷ്യൻ ട്യൂബ് വഴിയിട്ട് കുഞ്ഞിന്റെ ചെവിയിലോട്ട് ഈ പാല് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞാലേ, കുഞ്ഞു മക്കളിൽ ഈ യൂസ്റ്റേഷ്യൻ ട്യൂബ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കും. അതായത് അവർ കിടന്നുകൊണ്ട് കുടിക്കുവാണെങ്കിൽ ഈ പാല് നേരെ ചരിഞ്ഞൊഴുകി ചെവിയിലോട്ട് ചെല്ലും. പക്ഷെ നമ്മളിലൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ കുറച്ച് വലുതായി കഴിയുമ്പോഴത്തേക്കും ഇത് ചരിഞ്ഞ് കുറച്ച് ഇൻക്ലൈൻഡ് ആവും. അപ്പൊ നമ്മളിങ്ങനെ നമ്മൾ കിടന്നുകൊണ്ടൊക്കെ നമ്മൾ വെള്ളം കുടിച്ചാലൊന്നും നമ്മുടെ ചെവിയിലോട്ട് കയറി പോകാറില്ലല്ലോ. അപ്പൊ വലിയതാവുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ കിടന്നുകൊണ്ട് കുടിച്ചാലോ അല്ലെങ്കിൽ നമ്മൾ തലകുത്തി പറഞ്ഞ് കുടിച്ചാൽ പോലും അത് നേരെ നമ്മുടെ അന്നനാളത്തിലോട്ട് തന്നെ ചെല്ലത്തുള്ളൂ, നമ്മുടെ ചെവിയിലോട്ട് പോകത്തില്ല. അപ്പൊ ഇത് ഒന്നാമത്തെ കാര്യം. അപ്പൊ പാല് നിങ്ങൾക്കറിയാലോ, പാലിനകത്ത് ഗ്ലൂക്കോസ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, നല്ലൊരു മീഡിയാണ് അല്ലെ ബാക്ടീരിയസിന് വളരാനുള്ള. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കുഞ്ഞിന്റെ ചെവിയിലോട്ട് ഒരു ഇത്തിരി വീതം പാല് ചെന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ പാൽ അവിടെ കിടന്ന് അത് അഴുക്കായി അതിൽ ബാക്ടീരിയ ഒക്കെ വന്ന് ഇൻഫെക്ഷനായി പതിയെ പഴുപ്പായി ചില കേസുകളിൽ ടിംപാനിക് മെംബ്രെയിൻ ഒക്കെ പൊട്ടി പുറത്തോട്ട് ഒലിച്ചു തുടങ്ങും അല്ലേ. അപ്പൊ കുഞ്ഞിന് ഇൻഫെക്ഷൻ ആവും. അപ്പോൾ ഇത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ 6 മാസത്തിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാണ്ടൊക്കെ വരുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നേരെ ഇൻഫെക്ഷൻ പോയിട്ട് കുഞ്ഞുങ്ങളുടെ തലച്ചോറിനെ ബാധിക്കും, ബ്രെയിനിലൊക്കെ ചെന്നിട്ട് മെനിഞ്ചൈറ്റിസ് പോലെയുള്ള സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പൊ 6 മാസത്തിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ ആന്റിബയോട്ടിക് എടുക്കണം. പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് അത് മാറുന്നത് വരെ നമ്മൾ പ്രോപ്പറായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാല്, ഈ എപ്പോഴും നമ്മൾ കിടന്നുകൊണ്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പൊ അമ്മയ്ക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനാണ്, കുഞ്ഞിനും കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനാണ്. അപ്പൊ എപ്പോഴും നമ്മൾ കിടന്നുകൊണ്ട് പാല് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഉറങ്ങിപ്പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, പ്രത്യേകിച്ച് നൈറ്റ് ടൈമിലൊക്കെ. അപ്പൊ നമ്മളുണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക് ബർപ്പ് ചെയ്യാനായിട്ട് നമ്മൾ മറന്നുപോകും. ബർപ്പിങ് എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഒരു 4 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എപ്പോഴും പാല് കൊടുത്ത് കഴിഞ്ഞാൽ അതിനുശേഷം കുഞ്ഞുങ്ങളെ ഒന്ന് തോളിലിട്ടിട്ട് നമ്മൾ കുറച്ചു നേരം ഒന്ന് തട്ടി കുഞ്ഞുങ്ങളുടെ ഗ്യാസ് കളയണം. ഗ്യാസ് കളഞ്ഞില്ലെങ്കിൽ എന്താ പറ്റുക, കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ കുറച്ച് എമൗണ്ട് ഒന്ന് ഛർദ്ദിക്കുന്നത് പോലെ, കക്കുക എന്നൊക്കെ നാട്ടിൽ പറയും. അതായത് റീഗർജിറ്റേറ്റ് ചെയ്തിട്ട് കുറച്ച് പാല് പുറത്തോട്ട് കളയും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്. അപ്പൊ കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ബർപ്പ് ചെയ്യാണ്ടിരിക്കുമ്പോഴാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ബർപ്പ് ചെയ്തില്ലെങ്കിൽ കുഞ്ഞും കിടന്നുറങ്ങിപ്പോയി അമ്മയും കിടന്നുറങ്ങി പോകുമ്പോഴത്തേക്കും എന്ത് പറ്റും, കുറച്ചും കൂടി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കക്കും. ഉറക്കത്തിൽ കുഞ്ഞുങ്ങൾ റീഗർജിറ്റേറ്റ് ചെയ്യുവാണെങ്കിൽ ഈ പാല് ചിലപ്പോൾ കുഞ്ഞിന്റെ ചെവിയിൽ പോവും, ചിലപ്പോൾ കുഞ്ഞിന്റെ ലങ്സിലൊക്കെ ചെല്ലും, കുഞ്ഞിന് ശ്വാസം മുട്ടുണ്ടാവും, അങ്ങനെയുള്ള പല കോംപ്ലിക്കേഷൻസും ഉണ്ടാവും. അപ്പോൾ കിടത്തിക്കൊണ്ട് പാൽ ഒരിക്കലും കൊടുക്കരുത്. കിടത്തിക്കൊണ്ട് പാല് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ എപ്പോഴും ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ നമ്മൾ ഇരുന്ന് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ കുഞ്ഞിനെ ഇങ്ങനെ ഒന്ന് പിടിച്ച് ജസ്റ്റ് സ്ലൈറ്റ് ഒന്ന് കുഞ്ഞിന്റെ തല പൊക്കി വെച്ചിട്ട് വേണം നമ്മൾ പാല് കൊടുക്കാൻ. എവറി ടൈം നമ്മൾ പാല് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നിർബന്ധമായിട്ടും നമ്മൾ കുഞ്ഞിനെ ഒന്ന് തോളിലിട്ട് തട്ടി കുഞ്ഞിന് പ്രോപ്പറായിട്ട് കുഞ്ഞിന്റെ ഗ്യാസ് പോയിട്ടുണ്ട്. ചിലപ്പോൾ 10 മിനിറ്റ് ആയിരിക്കും പോകാനായിട്ട് എടുക്കുന്നത്, ചില കുഞ്ഞുങ്ങൾ 15 മിനിറ്റ് എടുക്കും, ചില കുഞ്ഞുങ്ങൾ അതിൽ കൂടുതൽ സമയം എടുക്കും. പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് ക്ഷമയോടെ കുറച്ച് പേഷ്യൻസ് കാണിച്ച് നമ്മൾ തട്ടിക്കളഞ്ഞ് പ്രോപ്പറായിട്ട് ഗ്യാസ് പോയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. ഗ്യാസ് കുഞ്ഞുങ്ങളുടെ വയറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ എടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കരച്ചിൽ മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഇയർ ഇൻഫെക്ഷൻ പോലെയുള്ള കോംപ്ലിക്കേഷൻസും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കറിയാം ഇത് ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും ഇത് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, വളരെ സിമ്പിൾ ആയിട്ടുള്ള തിങ് ആണ്. എന്നാലും ഇത് ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫീഡിങ് ആയിട്ടുള്ള മദേഴ്സ് അല്ലെങ്കിൽ അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ പാരൻസ് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കണം. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മെഡിക്കൽ വീഡിയോ ആയിട്ട്, എന്തെങ്കിലും ഒരു മെഡിക്കൽ എക്സ്പീരിയൻസും ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.